الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى وبشيرا ونذيرا بين يدي الساعة ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنة سنة نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാൻ ഷരീഫിന്റെ 7ാമത്തെ രാവിലാണ് നാം ഇപ്പോൾ ഉള്ളത്. 6 നോമ്പുകൾ പിന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പും നമസ്കാരവും ഈ ഇരുത്തവും കേൾവിയും എല്ലാം നമ്മെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഷഹറുൽ ഇബാദയാണ്, ആരാധനയുടെ മാസമാണ്. ഷഹറുൽ നൗമല്ല, ഉറക്കത്തിന്റെ മാസമല്ല. അതുപോലെ ഷഹറു തആമല്ല, തീറ്റയുടെ മാസവുമല്ല. ഷഹറുൽ ലഹുവല്ല, കളി തമാശകളുടെ മാസമല്ല. മറിച്ചത് ഷഹറുൽ ഇബാദ തന്നെയാണ്, ആരാധനയുടെ മാസമാണ്. നമ്മൾ ഈ നോമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നോമ്പെടുത്തതും ഇത്ര നേരം നമസ്കരിച്ചും ഒക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ എന്ത് കിട്ടാനാ? സ്വർഗം കിട്ടാൻ, സ്വർഗം കിട്ടണം അല്ലേ? ശരി, എന്തൊന്ന് കിട്ടണമെങ്കിലും അതിന് പകരം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഒന്ന് കൊടുക്കാതെ വേറൊന്നും കിട്ടില്ല. അപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? ആ സ്വർഗത്തിന് എന്ത് വിലയാണ് അള്ളാഹു ഇട്ടിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, സ്വർഗത്തിലൊരു ചാട്ടവാറ വെക്കാനുള്ള സ്ഥലം ദുനിയാവും അതിനുള്ള സകലത്തിനേക്കാളും വില പിടിച്ചതാണ്, ഉത്തമമാണ്. അപ്പൊ ഈ കോയമ്പത്തൂർ ടൗണില് നമ്മുടെ ഈ സ്ട്രീറ്റിൽ തന്നെ 1 സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ ഏറിയാൽ 1 കോടി ഉറുപ്പിക കൊടുത്താൽ മതി സെന്റിന്. 1 കോടി ഉറുപ്പിക കൊടുത്താൽ ഏറിയ 1 സെന്റിന് ഇവിടെ സ്ഥലം കിട്ടും, 1 സെന്റ് കിട്ടും. പക്ഷേ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഈ ദുനിയാവും അതിലുള്ള സകലതും കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ പിന്നെ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് അതിന്റെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ് എന്താണ്? എന്ത് കൊടുത്താലേ കിട്ടുക? എന്ത് കൊടുത്താലേ കിട്ടുക? അത് പറയേ, ഉറക്കം തോന്നാതിരിക്കാനും ചോദിക്കണേ. എന്ത് കൊടുത്താലേ കിട്ടുക സ്വർഗം? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്
കേട്ടിട്ടുണ്ടോ ഈ ആയത്ത്? ഈ ആയത്ത് കേട്ടിട്ടുണ്ടോ? എവിടെ? ഏത് സൂറ? ഇന്നോദിയിലെ പോലെ ഇന്നോദിയോ? സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ? അതിന്റെ അവസാന ഭാഗത്തുള്ള പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. തീർച്ചയായും ഈമാനും അമലും സ്വാലിഹാത്തുകളും ഉള്ള ആളുകൾക്ക് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരു വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. എവിടെ വിരുന്ന്? ജന്നാത്തുൽ ഫിർദൗസിൽ. ആർക്ക്? ഈമാനും അമലും സ്വാലിഹാത്തും ഉള്ളവർക്ക്. അല്ലേ? കിടന്നുറങ്ങിയാൽ കിട്ടോ? കിട്ടോ? കിട്ടൂല. TV കണ്ടിരുന്നാൽ കിട്ടോ? മൊബൈൽ കണ്ടിരുന്നാൽ കിട്ടോ? എന്ത് വേണം? ഈമാനും അമലും സ്വാലിഹാത്തും വേണം. കഴിഞ്ഞ 15 മാസക്കാലം നമ്മുടെ ഈമാനിലും അമലും സ്വാലിഹാത്തിനും ഒക്കെ വന്ന കുറവുകൾ നിറവുകളാക്കാൻ അള്ളാഹു നൽകിയ ഒരു വർഷത്തിന്റെ അവസാനത്തെ സന്ദർഭമാണ്, ചാൻസാണ് റമളാൻ. ഈ റമളാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് സ്വർഗത്തിൽ കൊടുക്കാനുള്ള കാശ് കിട്ടും. ഈ റമളാനിൽ നാം പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയാൽ സ്വർഗം നേടാനുള്ളത് കിട്ടും. റമളാൻ അത്രമാത്രം പുണ്യമാണ് അതിന്റെ ഓരോ സെക്കൻഡുകളും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദായ ഒരു മനുഷ്യനും അയാൾക്ക് ശേഷം 1 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനും, രണ്ടാളും മരിച്ചു. അങ്ങനെ ഒരു സ്വഹാബി സ്വപ്നം കണ്ട് ഷഹീദായ മനുഷ്യനേക്കാൾ അയാൾക്ക് ശേഷം 1 കൊല്ലം ജീവിച്ച് മരിച്ച മനുഷ്യൻ സ്വർഗത്തിൽ ഉന്നതിയിലെത്തിയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന് എങ്ങനെ ന്യായമാകും? ഏറ്റവും ഉയർന്ന പദവി ഷഹീദിനാണെന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത്? പിന്നെ സുഖമായി വീട്ടിൽ മരിച്ച മനുഷ്യനെ എങ്ങനെയാ ഷഹീദിനേക്കാൾ ഉയർന്ന പദവിയിലെത്തി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹോദരാ, നിങ്ങൾക്ക് എന്താണ് സംശയം? അയാൾ മരിച്ചതിന് ശേഷം 1 കൊല്ലം അയാൾ നമസ്കരിച്ചില്ലേ? ഒരു റമളാൻ അയാളുടെ ജീവിതത്തിൽ കടന്നുപോയില്ലേ? ആ റമളാനിൽ അയാൾ നോമ്പെടുത്തില്ലേ? സദഖ കൊടുത്തില്ലേ? ആ റമളാനിൽ ലൈലത്തുൽ ഖദ്ർ അയാൾ കടന്നുപോയില്ലേ? ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അപ്പൊ ആ റമളാനിൽ ആ ലൈലത്തുൽ ഖദ്ർ കിട്ടിയില്ലേ? എത്ര മാസത്തെ ജീവിതം? 83 വർഷം, 83 ചില്ലറ വർഷം ഉണ്ണാതെ ഉറങ്ങാതെ വെറും ഇബാദത്ത് മാത്രം ചെയ്ത പുണ്യമാണ് ഒരു റമളാന്റെ ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. അതായത് കിട്ടിയില്ലേ? അപ്പോൾ പിന്നെ ഷഹീദിനേക്കാൾ ഉയർന്ന പദവിയിലെത്തിയല്ലോ. അപ്പോൾ ഷഹീദിനേക്കാൾ ഉയർന്ന പദവിയിലെത്തിക്കാൻ പര്യാപ്തമായതാണ് വിശുദ്ധ റമളാൻ ശരീഫ്. ആ റമളാനിലാണ് നമ്മളുള്ളത്. ആ ചാൻസ് അല്ലാഹു തന്നിട്ടുള്ളത്. കഴിഞ്ഞ റമളാനിൽ നമ്മോടെ വീഴുന്ന പലരും ഇപ്പോൾ ഈ പള്ളിയിലാവട്ടെ മറ്റു പള്ളിയിലാവട്ടെ നമ്മോടൊപ്പം നമസ്കരിച്ചവർ, നമ്മുടെ കൂടെ ക്ലാസ് കേട്ട ആളുകൾ, നമ്മുടെ കൂടെ നോമ്പ് തുറന്ന ആളുകൾ ഇന്ന് പലരും ഖബറുകളിലാണ്, പലരും ഹോസ്പിറ്റലുകളിലാണ്. ചിലർ ഹാർട്ട് വീക്കായി, ചിലരുടെ ഒരു ഭാഗം തളർന്നു പോയി, ചിലരുടെ കിഡ്നി ഫെയിലിയറായി. അല്ലെ? ഇതൊന്നുമില്ലാതെ ഇവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ നാഥൻ ഈ റമളാൻ നമുക്ക് വീണ്ടും സമ്മാനിച്ച റബ്ബ് നമ്മോട് അങ്ങേയറ്റ സ്നേഹവും കാരുണ്യവും കാട്ടിയിരിക്കുന്നു. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഉറങ്ങാനുള്ള മാസമല്ല റമളാൻ. എല്ലാ മാസം പോലെ എനിക്ക് ഇന്നും പോയി ഉറങ്ങണം, ഇന്നും എനിക്ക് അതുപോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവർക്കുള്ളതല്ല റമളാൻ. അതാണ് റമളാൻ ആദരമായാൽ തന്നെ മലക്കുകളെ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശരി അഖ്സിർ. ഓ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, നന്മ ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങൾക്കുള്ളതാണ് ഈ റമളാൻ. നിങ്ങളിങ്ങോട്ട് മുന്നോട്ട് വരൂ. വയാ ബാഗിയ ശരി, ഓ തിന്മ ആഗ്രഹിക്കുന്ന തിന്മയുടെ ആളുകളെ, അഖ്സിർ, നിങ്ങൾ പിന്നോട്ട് പോ, നിങ്ങൾ ചുരുങ്ങിപ്പോ. മലക്കുകൾ റമളാൻ ആയാൽ തന്നെ പറയുന്ന. അതുകൊണ്ട് മടിയന്മാർക്കുള്ളതല്ല റമളാൻ. ത്യാഗം സഹിക്കാൻ, ഉറക്കമൊഴിച്ച് പട്ടിണി കടന്ന്, ചീത്തവാക്കുകൾ കേൾക്കുമ്പോൾ ക്ഷമിച്ച്, ജോലിയെടുത്ത് തളർന്ന്, രാത്രിയിൽ ദീർഘമായി നിന്ന് നമസ്കരിച്ച്, അങ്ങനെ ത്യാഗം ചെയ്യാൻ സന്നദ്ധമായ ആൾക്കാണ് റമളാൻ കൊണ്ട് വല്ല നേട്ടവും ഉണ്ടാക്കാൻ കഴിയൂ.
നമ്മുടെ വിഷയം ഇന്ന് ഞാൻ ഒരു മുസ്ലിമാണ്. എന്താ വിഷയം? ഞാൻ തന്ന് ആരും വിഷയം ഒന്നും പറഞ്ഞില്ലേ? അതെ അല്ലല്ലേ? ബഷീർ വിഷയം അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനൊരു മുസ്ലിമാണ്, അതാണ് എന്റെ ശക്തി, അങ്ങനത്തെ ഞാൻ വിഷയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ സൗഹൃദവും നമ്മുടെ സൗഭാഗ്യവും സന്തോഷവും നമ്മളുടെ മുസ്ലിമായി എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു സന്തോഷവും ഒരു സൗഭാഗ്യവും നമ്മില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തില് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, പക്ഷെ നബിയെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പൊ നബിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം അങ്ങാടിയിൽ പോയപ്പോൾ അവിടെ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. അത് യമനിലെ രാജാവ് ധരിക്കുന്ന വസ്ത്രമാണ്. അദ്ദേഹം അത് വേഗം 50 സ്വർണ്ണ നാണയം കൊടുത്ത് ആ വസ്ത്രം വാങ്ങിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി സമ്മാനമായി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിച്ചൊരു ഖുതുബ നടത്തി. അത് കണ്ടപ്പോ ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കൊണ്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾ ഇട്ട വസ്ത്രം ഉണ്ടല്ലോ അത് വളരെ ഭംഗിയുണ്ട്, എനിക്ക് തരുമോ നബി? ആ ഡ്രസ്സ് എനിക്ക് തരുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം ആ വസ്ത്രം അഴിച്ച് ഇദ്ദേഹത്തിന് ദാനമായി കൊടുത്തു. ഇദ്ദേഹം ഈ വസ്ത്രം ഇട്ടുകൊണ്ട് അങ്ങാടിയിലേക്ക് പോയി, എല്ലാവരും ഇത് കാണിക്കാനായിട്ട്. കാരണം അദ്ദേഹം അടിമയാണ്, അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ കഴിയില്ല. രാജാവിടുന്ന വസ്ത്രം കിട്ടിയിരിക്കുന്നത് അതിട്ടിട്ട് ഇങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ പോയി. അപ്പോൾ ഈ ഹക്കീം ഇബ്നു ഹിസാം ഇത് കണ്ടു. അയാൾ ഓടി വന്നു, നിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് അതിന് നീ അറിയണം, പറയും, ഇത് എവിടെ നിന്ന് കിട്ടിയത് നിനക്ക്? ഇതെനിക്ക് നബി എന്നാണ്. എടാ, നബിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് 50 സ്വർണ്ണ നാണയം വിലയാണ് ഇതിന്. യമനിലെ രാജാവ് ധരിക്കുന്ന വസ്ത്രം, ഇത് ഇടാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? ഈ ഹക്കീം ഇബ്നു ഹിസാം ഉസാമത്ത് സയ്യിദ് അല്ലാഹു ഇടാൻ എന്താ യോഗ്യത നിനക്ക്? ഈ വസ്ത്രം ധരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു, അടിമയായിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹു, സ്വതന്ത്രനായിരുന്ന മുതലാളിയായിരുന്ന ഹക്കീം ഹിസാമിനോട് പറയുകയാണ്, ഞാൻ ആരാണെന്നറിയുമോ? അന ഖൈറുൻ മിൻ യസൻ, യമനിലെ രാജാവിനെക്കാളും വലിയവനാണ് ഞാൻ. ഉമ്മി ഖൈറുൻ മിൻ ഉമ്മിഹി, എന്റെ ഉമ്മ ആ രാജാവിന്റെ ഉമ്മയേക്കാൾ മഹത്വമുള്ളവളാണ്. വഅബീ മിൻ അബീഹി വഅബീ ഖൈറുൻ മിൻ അബീഹി, എന്റെ ബാപ്പ അയാളുടെ ബാപ്പയേക്കാൾ ഉന്നതനാണ്. കാരണം എന്തെന്നറിയുമോ? ഞങ്ങൾ എല്ലാവരും മുസ്ലിങ്ങളാണ്, അയാളാവട്ടെ മുസ്ലിക്കാണ്. സൃഷ്ടിച്ച് പരിപാലിച്ചെല്ലാം നൽകിയ രാജാ സിംഹാസനത്തിൽ ഇരുത്തിയ ആ റബ്ബിനെ മറന്നുകൊണ്ട് മനുഷ്യന്റെ കൈകൊണ്ട് കൃത്യമുണ്ടാക്കിയ ഒരു വസ്തുവിനെ ആരാധിക്കുന്ന ആ മനുഷ്യനേക്കാൾ ഞാനും എന്റെ ഉമ്മയും എന്റെ വാപ്പയും എത്രയോ ഉയരത്തിലാണ്, ഉന്നതനാണ് എന്ന് അദ്ദേഹം പറയാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ധൈര്യം, അദ്ദേഹത്തിന്റെ ആ അഭിമാനം ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു സ്വഹാബത്തുൽ കിറാം ഇസ്ലാമിനെ കണ്ടിരുന്നത്. ഇസ്ലാം അവരുടെ അഭിമാനവും അന്തസ്സുമായി അവർ കണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ മുസ്ലിമാണെന്നതിൽ അഭിമാനബോധം നമുക്കുണ്ടാവണം. അള്ളാഹുവിൽ സ്വീകാര്യമായ ഏക ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് സ്വീകരിക്കുന്ന ദീൻ ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം ദീനാ, ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും ദീനായി കണ്ടെത്തി കഴിഞ്ഞാൽ ഫലൻ യുഖ്ബല മിൻഹു ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അത് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കില്ല, പരലോകത്ത് അവർ നഷ്ടക്കാരായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദീനിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഈ ദീൻ സമ്പൂർണമായിരിക്കുന്നു. ഇനി ഈ ദീനിന് കൂട്ടിച്ചേർക്കലുകളോ കലർത്തലുകളോ ഉണ്ടാവില്ല. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ദീനിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ദീനിന ഇന്നത്തെ ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു, അള്ളാഹു തൃപ്തിപ്പെട്ടു വന്നിരിക്കുന്നു, ഇസ്ലാം ദീനായി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നാവ് കൊണ്ട് അവിടുത്തെ ജീവിതം കൊണ്ട് അള്ളാഹു പൂർത്തിയാക്കിയ ആ ഇസ്ലാം, അതിൽ ഇനി ഒരു കാലഘട്ടത്തിലും മാറ്റത്തിനും ആവശ്യമില്ല. എന്നാൽ മറ്റുള്ള എല്ലാം മാറ്റപ്പെടും. നോക്കൂ, ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടന ഏതാ? ലോകത്തെ ഏറ്റവും ഉത്തമമായ ഭരണഘടന ഏതാണ്? ഭരണഘടന ബുക്ക് ഏതാ? ഖുർആൻ അല്ല ഞാൻ ചോദിക്കുന്നത്. ഖുർആൻ കഴിഞ്ഞാൽ അതാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും ഉത്തമമായ ഭരണഘടന, സുന്ദരമായ ഭരണഘടന. അതുപോലെ മറ്റൊരു ഭരണ സൗദിക്കുമില്ല, ഏത് രാജ്യത്തിനുമില്ല. അത്ര പെർഫെക്റ്റായ നീതിപൂർവമായ ഒരു ഭരണഘടനയാണ് ഏത്? ഇന്ത്യയുടെ ഭരണഘടന. അതിൽ തന്നെ ഓരോ 5 വർഷം കൂടുമ്പോ എത്ര മാറ്റലുണ്ടാവും? ഓരോ ഗവൺമെന്റും മാറ്റി തീർക്കുന്നേ എന്തെല്ലാം നിയമങ്ങളെ മാറ്റിയിട്ട്. കാരണം എന്താ? ഒരു ജനറേഷൻ പോയി അടുത്ത ജനറേഷൻ വന്നാൽ അന്നുണ്ടാക്കിയ നിയമം ഇന്നേക്ക് കറക്റ്റ് അല്ല, അത് മാറ്റണം, അത് മാറ്റും. എന്നാൽ വിശുദ്ധ ഖുർആൻ 1400 വർഷമായി ഖുർആൻ പറയുന്ന നിയമങ്ങളും വ്യവസ്ഥകളും അന്തരാളുകൾ എല്ലാ മനുഷ്യർക്കും അത് ഫിറ്റാണ്, എല്ലാ മനുഷ്യർക്കും അത് യോഗ്യമാണ്, അതിന് മാറ്റത്തിരുത്തൽ ആവശ്യമില്ല. ഇന്നവരെ ആരും പറഞ്ഞിട്ടില്ല ഖുർആനാ പറഞ്ഞ നിയമം തെറ്റാണ് അത് എന്ന് സമർത്ഥിക്കാൻ ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അല്ലെ? ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. അല്ലെ? എന്താ പറയുന്നത്? നിങ്ങൾക്കെന്താനും സംശയമുണ്ട് എങ്കിൽ ഇതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ, ഇതുപോലൊരു ആയത്ത് നിങ്ങൾ കൊണ്ടുവാ. ഖുർആൻ ഇങ്ങനെ വെല്ലുവിളിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു നിങ്ങൾക്ക് ഈ ഖുർആനിന്റെ നിയമത്തിൽ, ഭരണഘടനയിൽ, ഇതിന്റെ ആശയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ അടിമക്കിറക്കിയ ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സൂറത്ത് നിങ്ങളൊന്ന് കൊണ്ടുവാ, ഇതുപോലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവാ. അള്ളാഹു 14 നൂറ്റാണ്ട് വെല്ലുവിളിച്ച വെല്ലുവിളി ഇന്ന് നിൽക്കുക, ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഒരു മാറ്റവുമില്ലാത്ത ഒരു വേദഗ്രന്ഥത്തിന്റെ ഉടമകളാണ് നമ്മള്. ആ അഭിമാനം നമുക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ കീഴിൽ നമുക്ക് നാം പറയാത്ത, പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം, നിങ്ങളത് സ്വീകരിക്കാൻ പാടില്ല, അത് ഇസ്ലാമിൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് മതത്തിൽ കൂട്ടിച്ചേർക്കലുകളോ വിജയത്തുകളോ നമ്മള് വരാതെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ശക്തിയും നമ്മുടെ മഹത്വവും നമ്മുടെ അഭിമാനവും അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ അഭിമാനിക്കണം. അഭിമാനിക്കുമ്പോൾ ഈ വിശിഷ്ടമായ മതത്തിന്റെ ആളുകളാണ് നമുക്കൊന്ന് ഓർമ്മ ഉണ്ടാവണം. നോക്കൂ, അതുകൊണ്ട് അങ്ങനെ സ്വയം ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. അതാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞു, നമ്മളെ ഒന്നുമല്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരും അനുകരിക്കാത്ത നമ്മളെ അള്ളാഹു ഇസ്ലാം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരും അനുകരിക്കുന്ന, എല്ലാവരും നോക്കുന്ന ഒരു സമൂഹമാക്കി നമ്മളെ അള്ളാഹു മാറ്റി. അല്ലെ? ഇപ്പോഴും നോക്കൂ, ഇപ്പോഴും എല്ലാവരും അതിന്റെ കണ്ണെവിടേക്കാം? ആരെ നേർക്കാം? എല്ലാവരും കണ്ണ് ആരെ നേർക്കാം? മുസ്ലിങ്ങൾ നേർക്കാം. അല്ലെ? മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നോക്കൂ. നന്മയൊന്നും പറയൂല, തിന്മന്തയിൽ കണ്ടാ പറയുകയും ചെയ്യും. ഏതൊരു നന്മയുടെ മുമ്പിലും, അല്ലെ, വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും, ഗുജറാത്തിൽ ദുരന്തം ഉണ്ടായപ്പോഴും, അതുപോലെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഭൂമികുലുക്കങ്ങളും ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും ഉണ്ടായപ്പോഴും അതിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി
അധ്വാനം ചെലവാക്കി അതിനുവേണ്ടി അധ്വാനത്തിന് മുന്നിലുണ്ടായിരുന്ന ആരാ? മുസ്ലിങ്ങളാണ്. എന്താ അതിന്റെ കാരണം? അതാണ് അവരുടെ ആദർശം. അവരുടെ മതം പഠിപ്പിക്കുന്നതാണ് മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ സഹായിക്കാനും. അത് അവരുടെ കടമയായിട്ട്. മതത്തിന് കളവാക്കുന്ന കള്ളന്മാരെ കണ്ടോ നബിയെ, കണ്ടോ മുസ്ലിമേ? എല്ലാവരും അപേക്ഷിക്കപ്പെട്ട വാർത്തയില്ലാത്ത, സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അനാഥയെ കണ്ടെടുക്കുന്ന, അവനെ ശ്രദ്ധിക്കാത്തവരാണ് മുസ്ലിമാണെന്ന് കള്ളം പറയുന്ന നടയന്മാർ. അല്ലെ? യത്തീംഖാനയ്ക്ക് ഒരു പിരിവിന് വന്നു കഴിഞ്ഞാല് യത്തീംഖാനയുടെ കാര്യം പറഞ്ഞ ഓ തന്നെ പണി, യത്തീംഖാന എന്നാ പിന്നെ നിങ്ങൾ നടന്ന് പിരിക്കണ്ട, ആരെങ്കിലും പിരിക്കാൻ വന്ന കൊടുക്ക്. അല്ലെ? യത്തീമിനെ സഹായിക്കണം. അത് ഒരു മുസ്ലിമിനോട് അല്ല പറയുക, യത്തീമിനെ ആട്ടി അകറ്റുന്നവൻ കള്ളനാണെന്നാ, നുണയനാണ്, അവൻ മുസ്ലിമാണെന്ന് പറയാൻ വിശ്വസിക്കരുതെന്നാ. പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിന്, ജീവിതത്തിന് സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാത്തവനാണവൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ പണക്കാരൻ ആരാ? മിസ്കീനാണോ ഖനിയാണോ കൂടുതലുള്ളത്? മിസ്കീനാണോ കൂടുതലുള്ളത്? ലോകത്തെ ഏറ്റവും കൂടുതൽ മിസ്കീനാണുള്ളത്, ഖനിയല്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലുള്ള പാവപ്പെട്ടവന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു ഇസ്ലാം. പാവപ്പെട്ടവന്റെ ജീവിതോപാധി കണ്ടെത്താൻ സഹായിക്കാത്തവൻ, അതിന് മറ്റുള്ളവരെ നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ മുസ്ലിമല്ല. അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട, അവൻ കള്ളനാണ്, അവൻ ദീനിനെ കളവാക്കുന്നവനാണ്. ഈ ഒരു ഈമാൻ, ഈ ഒരു ആദർശം മുസ്ലിമുകൾ കൊണ്ടാണ് ഏതാകത്തിലും ജാതിയും മതവും വർഗവും ഭാഷയും ദേശവും നോക്കാതെ മുസ്ലിം എടുത്തു ചാടുന്നത്, മുസ്ലിമിനെ സഹായിക്കാൻ കഴിയുന്നത് അവന്റെ ആദർശമാണ്, അവന്റെ ഈമാനാണ്. അത് ചെയ്തില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല, അവൻ കള്ളവാദിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു നമ്മുടെ ഈ സമൂഹത്തെ ഇസ്ലാം കൊണ്ട് നമ്മളെ മഹത്വപ്പെടുത്തി, ഇസ്ലാം കൊണ്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ മുസ്ലിമായി നിങ്ങൾ നിന്നുകൊണ്ട് ഇസ്ലാമല്ലാത്ത ഒന്നിനെ നിങ്ങളുടെ അവകാശമായി, നിങ്ങളുടെ അഭിമാനമായി കണ്ടെത്താൻ നിങ്ങൾ തുനിഞ്ഞാൽ നിങ്ങളെ നിന്നരാക്കി കളയും പടച്ചതമ്പുരാൻ. ഇന്ന് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. മുസ്ലിമായി നിന്നുകൊണ്ട് യഹൂദിയെ പോലെ തലയിൽ മുടി വെട്ടുക, എന്നിട്ട് അന്തസ് കാണിക്കുക. അള്ളാഹ് റസൂൽ പറഞ്ഞറിയോ? എങ്കിൽ നിങ്ങൾ നിന്നരാക്കും അല്ലാഹു. അല്ലെ? യഹൂദിയെ പോലെ താടി വരച്ചെടുക്കുന്നവൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് താടിനേക്കാൾ ഇഷ്ടപ്പെടാതെ വധിക്കുന്നവനെ യഹൂദിയുടെ മാർഗം നീ സ്വീകരിച്ചാൽ അള്ളാഹുവിനെ കണ്ടസല്ല, നിനക്ക് അധപ്പതനമാണ് നൽകുക. യഹൂദികളും നസാറാക്കളും ചെയ്യുന്നത് പോലെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ, വെഡിങ് ഡേ ആഘോഷിച്ചാൽ അത് യഹൂദ നസാറാക്കളുടെ പാരമ്പര്യമായ രീതികളാണ്. ജനനവും മരണവും ആഘോഷിക്കൽ യഹൂദ നസാറാക്കളെ അള്ളാഹു ശപിച്ച, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിഴച്ചുപോയ വർഗത്തിന്റെ സ്വഭാവമാണ്. ഇന്നോ വലിയ മുജാഹിദാന്നൊക്കെ പറയും, ഭയങ്കര സലഫി എന്നൊക്കെ പറയും. എന്നിട്ട് കാണാം സ്റ്റാറ്റസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പേരക്കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും, വീട്ടിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിന് പ്രത്യേകമായി ഒരു തൊപ്പിയൊക്കെ, അപ്പൊ തൊപ്പിക്കടലുണ്ട് ഇപ്പൊ ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ച് ഇവര് കേക്കൊക്കെ മുറിച്ച് അല്ലെ ബർത്ത്ഡേ ആഘോഷിക്കുക. നാണല്ലേ മനുഷ്യന്മാരെ? ഇസ്ലാമല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇജ്ജത്ത് നാളാൻ ശ്രമിച്ചാൽ അള്ള പറയുന്നു, അവല്ല മഹാനായ പറഞ്ഞു അള്ളാഹു മുന്നിലാക്കി കളയും എന്നാണ്. അപ്പോൾ മുസ്ലിമാണെന്ന് നിങ്ങളുടെ വേഷം കൊണ്ടും
നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നടത്തം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നിങ്ങൾ ഇഷ്ടപ്പെടാതെ നിങ്ങൾ അതെല്ലാത്തിനോട് അഭിമാനം നേടാൻ, അന്തസ്സ് കാണിക്കാൻ, നിങ്ങൾ പെരുമ കാണിക്കാൻ നിന്നാൽ അള്ളാഹു നിങ്ങളെ നിന്നരാക്കി കളയുമെന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാന്റെ ആ സലഫായ സ്വഹാബത്തായ ഉമർ ഇബ്നു ഖത്താബ് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് മുസ്ലിമാണ് എന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാവണം. വേഷത്തിലും ഭാവത്തിലും ഞാൻ മുസ്ലിമാണെന്ന് നമ്മൾ ആഗ്രഹിക്കണം. മറ്റുള്ളവരെ കളിയാക്കലും ഇഷ്ടക്കേടും ഭയന്നുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും നമ്മൾ കളയാൻ പാടില്ല. മുമ്പ് സ്വഹാബത്തിന്റെ കാലത്ത് മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ കളിയാക്കി. നോക്കൂ, ഇസ്ലാമിന്റെ വിസർജന മര്യാദകളെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ മക്കയിലെ ഖുറൈശികളെ വളഞ്ഞിട്ടുകൊണ്ട് പരിഹസിച്ചു. എന്താ പരിഹസിച്ചു? എന്താ നബി പഠിപ്പിച്ചിരുന്നത്? നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ അല്ലെ? എന്നാണ് ഫേസ്ബുക്കിൽ എന്നാണ് യൂട്യൂബിലെത്തും പറഞ്ഞിട്ടു, എന്ത് ഇവറ്റകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഒരു കമന്റ് എഴുതിയിരിക്കണ ഒരുത്തൻ യൂട്യൂബിൽ കമന്റ് എഴുതിയിരിക്കണ്, ഒന്ന് കക്കൂസിൽ പോകാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തവരാ മുസ്ലിങ്ങൾ. എന്താ കാരണം? കക്കൂസിൽ പോയാൽ അവർക്ക് ഇടതുകാലി വെക്കണം, ഒന്ന് ധൃതിയിൽ വേഗം കയറി പോയിട്ട് സാധിക്കാൻ പറ്റില്ല. അപ്പൊ ഇടത്തേക്കാലി അതാ നോക്കണം, ഇടത്തേക്കാലി വെക്കണം, എന്നിട്ട് പ്രാർത്ഥന ചൊല്ലണം, എന്നിട്ട് അവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കണം. എന്തെല്ലാം ഇതാണ് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് ഇസ്ലാം എന്ന്. ഇതേപോലെ സൽമാൻ ഫാർസി റളിയല്ലാഹുവിനെ കളിയാക്കി പരിഹസിച്ചു. അപ്പോൾ സൽമാൻ ഫാർസി റളിയല്ലാഹു പറഞ്ഞു, അതെ, അഭിമാനത്തോടെ പറഞ്ഞു, അതെ, ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ആളുകൾ കാണുന്ന പോലെ പരസ്യമായി വിസർജിക്കാൻ പാടില്ല, വിസർജിക്കുമ്പോൾ മറ സ്വീകരിക്കണമെന്ന്. അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കണമെന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ആ വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ എവിടെക്കാലം വെക്കണമെന്നും എന്ന പ്രാർത്ഥന ചൊല്ലണമെന്നും ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണമെന്നും വസ്ത്രത്തിനോ ശരീരത്തിനോ മാലിന്യങ്ങളാകാതെ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. അത് കിട്ടിയില്ല എങ്കിൽ കല്ലെടുക്കണം. ആ കല്ലിന്റെ എണ്ണങ്ങളോ ഒറ്റയായിരിക്കണം, 3, 5, 7 ഇങ്ങനെ ഒറ്റയായ കല്ലുകൾ, വെള്ളം പിടിക്കുന്ന കല്ലോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കാതെ വരാൻ പാടില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം വിസർജ്യത്തിൽ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആടുകളെ പോലെ കണ്ടിടത്തെല്ലാം കാഷ്ടിച്ച് നടക്കാൻ പാടില്ല, വഴിയിൽ വിശ്രമിക്കാൻ പാടില്ല, പഴവർഗത്തിന്റെ താഴെ വിസർജിക്കാൻ പാടില്ല, ഒഴുകുന്ന വെള്ളത്തിൽ വിസർജിക്കാൻ പാടില്ല, കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ വിസർജിക്കാൻ പാടില്ല, പാമ്പിന്റെയോ മറ്റു ജീവികളുടെയോ കൊത്തിനോ മാളത്തിനോ വിസർജിക്കാൻ പാടില്ല, ഭക്ഷണ സാധനങ്ങളുടെ വിസർജിക്കാൻ പാടില്ല. ആലോചിക്ക്, എന്തപ്പത്! ഇത്രയും മഹത്തായ ഒരു വിസർജനത്തിൽ പോലും ഇത്ര ശ്രദ്ധ വേണമെന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് ആ ഖുറൈശികളുടെ മുന്നിൽ ഒരു പ്രസംഗത്തോട് കാച്ചി പറഞ്ഞവരാകെ വഷളായി. അപ്പോ കുറച്ചാൾക്കാരൊക്കെ കൂടി ഇന്ന ഞങ്ങൾക്കും വരണ്ടേ കാരണം എന്തുകൊണ്ടാ പറഞ്ഞത്? ഒന്ന് വഷളാക്കി വിടാനാ തീരുമാനിച്ചത്. പക്ഷെ എന്തായി സംഭവം? മൂപ്പര് എന്നവിടെ പ്രസംഗിച്ചപ്പോ ആൾക്കാർക്കുള്ള ഭയങ്കര സന്തോഷം. ഇങ്ങനെ കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ കളിയാക്കുന്നവരുടെ മുമ്പിലും ഇസ്ലാമിന്റെ തനിമ പറഞ്ഞു കൊടുത്തുകൊണ്ട് സന്തോഷിക്കാനും അഭിമാനിക്കാനും നമുക്ക് കഴിയണം സഹോദരന്മാരെ. അതുകൊണ്ടാണ് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, ഏതൊരാൾ നല്ല വാക്ക് പറയുന്നവരുണ്ടോ അല്ലാഹുവിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ജഗന്യന്താവായ റബ്ബുൽ ആലമീൻ, അത് ജഗദീശൻ എന്ന് വിളിച്ചാലും റബ്ബുൽ ആലമീൻ എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും അമ്മ എന്ന് വിളിച്ചാലും ഈ ലോകത്തിന്റെ മുഴുവനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാരോ അവന്റെ പേരാണ് അല്ലാഹ്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, റബ്ബുൽ ആലമീൻ ലോകത്തിന്റെ രക്ഷിതാവാണ് അല്ലാഹ്. അങ്ങനെയുള്ള ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കർത്തവന്റെ പടച്ചവനിലേക്കല്ല, വെളുത്തവന്റേക്കല്ല, അറബികളുടെ എല്ലാ പൗരസ്ഥന്മാരുടെയല്ല, ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും പടച്ചവനിലേക്ക് വരൂ എന്ന് വിശാലതയുടെ ആ വിളി, അതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവരാരാണുള്ളത്? വഅമില സ്വാലിഹാ, എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടുകൂടി യാതൊരു
തരത്തിലുള്ള സങ്കോചവും അപകർഷതയും ഇല്ലാതെ സന്തോഷത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയുന്നവൻ, അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ് ഉള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഒരു അഭിമാനം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ അഭിമാനം നമുക്കുണ്ടാവണം. നോക്കൂ, അതിനെന്ത് വേണം? യഥാർത്ഥ മുസ്ലിം ആകണം. ആരാണ് യഥാർത്ഥ മുസ്ലിം? അല്ലാഹു റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അബൂ മൂസ പറഞ്ഞു, ഖാലൂ, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏതാണ് യഥാർത്ഥമായ ഇസ്ലാം, ശരിയായ മുസ്ലിം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു, ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരുത്തന്റെ നാവ് കൊണ്ടും അവന്റെ പ്രവൃത്തികളെ കൊണ്ടും മറ്റൊരുത്തന്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്നുവോ, സുരക്ഷിതരായിരിക്കുന്നുവോ, അങ്ങനെയുള്ളവരാണ് മുസ്ലിം. അത് മനസ്സിലാക്കാൻ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ നമ്മുടെ യഥാർത്ഥ മുസ്ലിമായി. അതുപോലെ തന്നെ പരോപകാരിയാവണം മുസ്ലിം. ഉള്ളത് മുഴുവനും എനിക്കും എന്റെ കുട്ടികൾക്കും എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് മുസ്ലിം. നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു മനുഷ്യൻ വന്ന് നബിയോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ലതെന്താണ് നബിയെ? ഖാല തുത്ഇമു തആം, ഭക്ഷണം നൽകലാണ്. ഭക്ഷണം നൽകണം. പണ്ടൊക്കെ നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്താണ്? ഭക്ഷണം കൊടുക്കാൻ മടിയാണ്. ഒരാൾക്കൊരു വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കാൻ, അത് വീട്ടിൽ അതില്ല, ഇതില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അല്ലെ? മുമ്പൊക്കെ ഒരു കഞ്ഞി മാത്രം കുടിച്ചിരുന്ന കാലത്ത് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് കഞ്ഞി കൊടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല നമ്മുടെ വാപ്പാർക്കൊക്കെ. ഇന്ന് ബിരിയാണി വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ നമുക്ക് മടിയാണ്, അല്ലെ? പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയുക, ഇതൊക്കെ ഇസ്ലാമിന്റെ മുൻനിർമായ കാര്യം. കഴിഞ്ഞ നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ് ഹദീസോടെ പറഞ്ഞിട്ട്. അക്ബറുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അടുത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കുക. സ്വഭാവം നന്നാക്കണം. നമ്മുടെ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം, കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണെങ്കിലും നമ്മളുമായി ഇടപഴകുന്ന ആളുകളുമായി നല്ല വാക്കുകളും സംസാരങ്ങളും ഉണ്ടാവണം. പിണങ്ങിയാൽ, ദേഷ്യം വന്നാൽ തെറി പറയുന്ന സ്വഭാവമോ, അല്ലെങ്കിൽ തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മുതലാളിയെ വഞ്ചിക്കുന്ന, ഇടങ്ങറാക്കുന്ന സ്വഭാവമോ നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ഒരു നല്ല സ്വഭാവമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറണം. ഏതൊരാള് തന്റെ അള്ളാഹുവിനും അന്ത്യത്തിലും വിശ്വസിക്കുന്നുവോ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഏതൊരാള് അള്ളാഹുവിനും അന്ത്യത്തിലും വിശ്വസിക്കുന്നുവോ അവർ തന്റെ അതിഥിയെ സൽക്കരിക്കട്ടെ, വിരുന്നുകാരെ ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവിനും അന്ത്യത്തിലും വിശ്വസിക്കുന്നവരാണോ അവർ നല്ല വാക്കുകൾ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇങ്ങനെ വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും ചിന്തകളുമെല്ലാം അള്ളാഹുവിന് അനുസൃതമായി കൊണ്ട് മാറ്റി സംസ്കരിക്കപ്പെട്ടാൽ അവരാണ് നല്ല മുസ്ലിം. അങ്ങനെ ഒരു മുസ്ലിം ആകാൻ നമ്മൾ ശ്രമിക്കുക. മുസ്ലിമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുക. നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതലേ ഇസ്ലാമികമായ രൂപത്തിൽ ഹെയർ സ്റ്റൈൽ, മുടി വെട്ടിക്കൊടുക്കുക, അതുപോലെ വസ്ത്രം ധരിപ്പിക്കുക. ആൺകുട്ടികളെ വസ്ത്രം ധരിപ്പിക്കരുത്. അതേപോലെ പെൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിക്കുക. നമസ്കാരവും ഇസ്ലാമിക ചിട്ടകളും രീതികളും സ്വീകരിക്കുക. അങ്ങനെ ഒരു മുസ്ലിമാണ് എന്നതിൽ സന്തോഷിക്കുക. പെൺകുട്ടികളെ സ്കാർഫ് ധരിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് നടത്തുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനിസ്ലാമികമായ ബർത്ത്ഡേകളും വെഡിങ് ഡേകളും ഡെത്ത് ഡേകളും ആഘോഷിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവരുത്. ഷിർക്കിനെ ആഘോഷിക്കുന്ന, ആനന്ദിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാണെന്ന അഭിമാന ബോധത്താൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹ്മാനായ നാഥ,
ഈ റമളാനിലെ ഈ രാത്രിയിൽ നമസ്കാരത്തിന് ശേഷവും ഞങ്ങളുടെ ഈ ഇരുത്തം, ഈ കേൾവി അള്ളാഹുവെ ഇത് നീ സ്വീകരിക്കുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ പറഞ്ഞ വിശ്വാസിനികൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ നാഥ. രോഗികളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് അള്ളാഹുവെ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നീ നൽകണമേ നാഥ. ربنا تقبل منا انك انت السميع العليم وصلى الله وسلم على محمد وعلى اله والحمد لله رب العالمين. السلام عليكم ورحمة الله.